ഞാൻ ചിരിച്ചുകൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നില്ല നിങ്ങൾ ഓർക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, എന്നെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ബീച്ചിൽ കൊണ്ടുപോവുക. 11:30 എന്നോട് പറയുക റെഡി ആയിക്കോ. എനിക്കറിയത്തില്ല 11:30 ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്ര മണിക്ക് അവിടെ ചെല്ലുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളായിരിക്കും. പിന്നെ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന കാരണം പിന്നെ ഞാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പുറകിൽ മറിയെങ്കിൽ ഇരുന്ന് കൊടുത്തേച്ചാൽ മതി, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നേരെ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ചേട്ടൻ എന്നെ ബീച്ചിൻ്റെ അവിടെ കൊണ്ടുചെല്ലുകയും ചെയ്തു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആകട്ടോ എന്നോട് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ബീച്ചിൽ പോകുന്നത് തന്നെ. നമ്മൾ മരക്കുളം ബീച്ചിൽ പോകാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഫെസ്റ്റിവലും ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും എന്നെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. ചേട്ടനും കൂട്ടുകാരൊക്കെ ആയിട്ട് പോകാറേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്തത്. പക്ഷേ ഇത്തവണ ഏതായാലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം പപ്പാനിയെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്ത് പിന്നെ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും പപ്പാനിയെ കത്തിച്ച്. അപ്പോൾ എല്ലാവരും വിളിക്കാനൊക്കെ നോക്കി, പക്ഷേ ആരെയും വിളിക്കാൻ പറ്റില്ല. കാരണം ഒട്ടും നെറ്റ്വർക്ക് അവിടെ കിട്ടുന്നില്ല കാരണം ഞാൻ അവിടെ കുറേ നേരം നോക്കി നിൽക്കുകയൊക്കെ ചെയ്ത്. എനിക്കറിയത്തില്ല എന്ത് പറയണമെന്ന്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു പറയാൻ വേണ്ടി. പപ്പാനെ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്കും കത്തിച്ച്. അപ്പോൾ ഒത്തിരി സന്തോഷം. കാറും കൂവും ബഹളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എന്ത് രസമായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്നാ കാണാനാണ്. അടുത്ത വർഷം എന്താണെങ്കിലും ഞാൻ വന്ന് കാണുന്നതായിരിക്കും. പിന്നെ നേരെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അവിടെ നേരെ ഞങ്ങൾ തിക്കും തിരക്കിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞ് പിന്നെ അവരെ കണ്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്നൊരു ചേട്ടനുണ്ടായിരുന്നു. എനിക്ക് ചേട്ടൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കാണാറുണ്ട്. ആ ചേട്ടൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ ചേട്ടനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമായിരിക്കും, ഈ വീഡിയോയിൽ എവിടെയോ ആ ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകുമായിരിക്കും. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും 2025 സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞതായിരിക്കും. എനിക്ക് ഏതായാലും ഒത്തിരി സന്തോഷവും വന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ സങ്കടവും വന്നിട്ടുണ്ട്. അതിൽ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കലാശക്കൊട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്ന വഴി ഞങ്ങളൊരു ചേച്ചി ഉണ്ടായിരുന്നു, മീനു എന്ന് പറഞ്ഞാൽ. ആ ചേച്ചീനെയും കൊച്ചിനെയും കണ്ട് ചേച്ചിക്കും കൊച്ചിനും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് തിരിച്ച് പോരുന്ന വഴി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ഞാൻ. അപ്പം ബൈ.